ലോകത്ത് തന്നെ ആദ്യമായി ആരോഗ്യരംഗത്ത് പുതുചരിത്രം കുറിച്ച് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അന്താരാഷ്ട്ര നഴ്സസ് ഡേയുടെ ഭാഗമായി ആരോഗ്യരംഗത്ത് വ്യത്യസ്തമായ ഒരു മാതൃകയാണ് കിംസ് അവതരിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നഴ്സിന്റെ കരുതലും പരിചരണവും അനുഭവിക്കാത്തവർ വളരെ കുറവായിരിക്കും. രോഗത്തിന്റെ വേദനയ്ക്കിടയിലും ഒരു പുഞ്ചിരിയോടെ ആശ്വാസം നൽകുന്ന നഴ്സുമാരുടെ സാന്നിധ്യം പലപ്പോഴും നമുക്ക് ആത്മവിശ്വാസവും സമാധാനവും നൽകിയിട്ടുണ്ടാകും. രോഗിയുടെ വേദനയെ സ്വന്തം വേദനയായി കാണുകയും സ്നേഹവും സ്നേഹാനുഭൂതിയും കൊണ്ട് ആശ്വാസം പകരുകയും ചെയ്യുന്നതോടൊപ്പം സ്വന്തം സുരക്ഷ പോലും അവഗണിച്ച് രാവും പകലുമില്ലാതെ രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാർ ആരോഗ്യരംഗത്തിന്റെ നെടുംതൂണാണ്. ജനിച്ചു വീഴുന്ന ചോരക്കുഞ്ഞിനെ അമ്മയുടെ വാത്സല്യത്തോടെ തങ്ങളുടെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുന്നത് മുതൽ മനുഷ്യന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നഴ്സുമാരുടെ സാന്നിധ്യമുണ്ട്. ചികിത്സാ സംവിധാനത്തിലെ ഏറ്റവും വിശ്വസ്തതയും നിർണായകവുമായ പങ്കാളികളായ ഈ മാലാഖമാരെ ആദരിച്ച് വിവിധ വിഭാഗങ്ങളിലെ നഴ്സസ് ലീഡർഷിപ്പ് പാനൽ ആശുപത്രി ചുമരുകളിൽ സ്ഥാപിക്കുന്ന വേറിട്ട പദ്ധതിയുമായാണ് കിംസ് ഈ നഴ്സസ് ഡേ ആഘോഷമാക്കിയത്. നഴ്സുമാരുടെ സേവന മികവും നേതൃത്വവും പൊതുവേദിയിൽ അംഗീകരിക്കുന്ന ഈ പദ്ധതി കേരളത്തിലെ ആരോഗ്യരംഗത്ത് പുതിയ ചർച്ചകൾക്ക് വഴിതെളിയിക്കുകയാണ്. സാധാരണയായി ഡോക്ടർമാർക്കും ആശുപത്രി ഭരണ നേതൃത്വത്തിനുമാണ് ഇത്തരം അംഗീകാരങ്ങൾ ലഭിക്കാറുള്ളത്. എന്നാൽ രോഗിയുടെ ഓരോ പ്രതീക്ഷയ്ക്കും ആശ്വാസത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാരെ മുൻനിരയിൽ എത്തിക്കുക ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുള്ളതെന്ന് കിംസ് കേരള ക്ലസ്റ്റർ ഡയറക്ടർ ആൻഡ് CEO ഫർഹാൻ യാസിൻ അറിയിച്ചു. വർഷത്തെ ഒരിക്കൽ ആഘോഷിക്കേണ്ട ദിവസമല്ല. 365 ദിവസവും നഴ്സസും ഡോക്ടേഴ്സും എല്ലാം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത, ഇന്ന് കിംസ് അവൈറ്റസിലെ പ്രത്യേകത, ഏത് ആശുപത്രി പോയാലും അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ പാനൽ എപ്പോഴും ഫ്രണ്ടിലുണ്ടാവും. നമ്മുടെ ആശുപത്രിയിൽ ഒരു വ്യത്യസ്തമായി ഡോക്ടേഴ്സിൻ്റെ പാനലിനോടൊപ്പം അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് പാനലും കൂടി വെക്കുന്നു. ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് എനിക്കൊന്ന് ഒരു ദിവസം കൊണ്ട് അവർ ചെയ്തു തീർത്താണ്. ഇനി അങ്ങോട്ടുള്ള പാനൽ വലുതായിക്കൊണ്ടേയിരിക്കും. ഈ ഹോസ്പിറ്റലിൽ ഏതാണ്ട് 200ഓളം നഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ 200ഓളം നഴ്സസിൻ്റെ പേരുകൾ ഈ ഹോസ്പിറ്റലിലെ മതിലുകളിൽ ഉണ്ടാകും. അവർ ഈ ആശുപത്രിയിൽ എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ മതിൽ. ഇത് ഒരു നഴ്സസ് ഡേ ആഘോഷം മാത്രമല്ല, നഴ്സിംഗ് സമൂഹത്തിന് നൽകുന്ന എല്ലാ കാലത്തേക്കുമുള്ള ആദരവും അംഗീകാരവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. നഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ഹോസ്പിറ്റൽ എത്രത്തോളം ഉണ്ട് എന്ന് ഈ വരുന്ന ഓരോരുത്തരും, ഈ ആശുപത്രിയുടെ ഉള്ളിൽ കയറുന്ന ഓരോരുത്തരും അറിയാൻ വേണ്ടി ഒരു പാനൽ മാത്രമാണിത്. പക്ഷേ ഇപ്പം നേരത്തെ മാഡം പറഞ്ഞ പോലെ നഴ്സസിനെ എപ്പോഴും മാലാഖമാരെന്ന് വിളിക്കും. ഞാൻ പറയുന്ന ഒരു മാലാഖമാരെന്ന് വിളിക്കരുത്. അവർ മനുഷ്യന്മാരാണ്. അവരെ മനുഷ്യനായിട്ട് കാണണം. മനുഷ്യനായിട്ട് കണ്ടാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അവർ മനുഷ്യരായിട്ട് കണ്ടാൽ മാത്രം മതി. താങ്ക് യു. ആരോഗ്യ സേവന രംഗത്ത് നഴ്സിംഗ് സമൂഹത്തിന് നൽകുന്ന എല്ലാ കാലത്തേക്കുമുള്ള ആദരവായാണ് ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. എല്ലാവർക്കും അറിയാം, ഏതൊരു ഹോസ്പിറ്റലിൻ്റെയും നെടുന്തൂണ് ഡോക്ടർമാരെക്കാളും കൂടുതൽ നഴ്സുമാരാണ്. ആശുപത്രിയുടെ യഥാർത്ഥ വിജയം നഴ്സുമാരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് വന്നതാണ്. ഇന്നത്തെ ഈ നഴ്സിംഗ് ഡേക്ക് എല്ലാവിധ ഭാവങ്ങളും അവർക്ക് നേർന്നുകൊണ്ടിരുന്നു. ഏതൊരു രോഗിയെയും അവരുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വിഷമങ്ങൾ, വേദനകൾ, അവരുടെ രോഗവിവരങ്ങൾ, അങ്ങനെ എല്ലാം കൃത്യമായി അറിഞ്ഞ് ഡോക്ടേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ എല്ലാവിധ പരിചരണവും ചെയ്യുന്ന നഴ്സുമാരെ ഇന്ന് ഈ ദിനത്തിൽ നമ്മൾ എല്ലാവരെയും ഈ ഒരു ദിനം അതിനുവേണ്ടി മാറ്റിവെച്ച് ഈ ഒരു നഴ്സസ് ഡേ നമ്മൾ എല്ലാ നഴ്സസിനെയും ആ ഒരു ദിനത്തിൻ്റെ എല്ലാവിധ പ്രത്യേകതകളോടും കൂടി ആദരിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.